അപ്പോൾ ഇന്ന് നമ്മളൊരു സ്വീറ്റ് റെസിപ്പി ആട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി സ്വീറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും മസ്റ്റായിട്ട് ഇഷ്ടപ്പെടുന്നവരായിട്ടാട്ടോ. എന്തായാലും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പുഡിങ്ങായിട്ടോ കേക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം കേട്ടോ. കേക്കിൻ്റെ സ്പഞ്ച് അടിയിൽ കൊടുത്തിട്ട് ലെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാൻ പുഡിങ്ങായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള നേരിയ വേമിസെല്ലി നമുക്ക് ആവശ്യമുണ്ട്. റോസ്റ്റ് ചെയ്തിട്ടുള്ള വേമിസെല്ലിയാണ് കേട്ടോ അത്. ഓൾറെഡി റോസ്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു പിസ്താഷ്യോയുടെ സ്പ്രെഡ് വേണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്പ്രെഡ് ഉണ്ടാക്കാൻ പിസ്ത ഒന്ന് മിക്സിയുടെ ജാറിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിസ്ത ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതാട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ജസ്റ്റ് ഒന്ന് റിമൂവ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തൊലി റിമൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് പൗഡർ ഷുഗറോടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ നമുക്ക് തിക്കായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ റെഡിയാക്കി വെച്ച പിസ്താഷ്യോയുടെ സ്പ്രെഡൂടെ ഈ നമ്മുടെ വേമിസെല്ലിയിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതുകൂടെ അത് മൂന്നൂടെ നന്നായിട്ടൊന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ പാനിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിത് ആദ്യം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്കിത് പെട്ടെന്ന് സെറ്റായി കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇത് ലെയർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എയർ ഫ്രയറിൽ ഒരു 5 മിനിറ്റ് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ പാനിൽ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി. റോസ്റ്റഡ് വേമിസെല്ലി അല്ലെങ്കിൽ കുറച്ചുകൂടെ ടൈം ഒന്ന് ജസ്റ്റ് വെക്കണം. ഇത് റോസ്റ്റഡ് ആയതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് സംഭവം സെറ്റായി കിട്ടും കേട്ടോ. പിന്നെ നമുക്കിത് ലെയർ ചെയ്യാം. നമ്മളൊരു പാത്രം എടുത്തിട്ട് വേമിസെല്ലി ആദ്യം നമ്മൾ ഈ മിക്സ് ഫസ്റ്റ് ലെയറായിട്ട് ഇതാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 പാത്രത്തിലായിട്ട് ചെയ്യുന്നതുകൊണ്ട് 2 പാത്രത്തിലും സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പാത്രമോ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ക്രീം ചീസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീം ചീസ് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് ഒരു കപ്പ് പാലെടുത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ച് എന്നിട്ട് അതിലേക്ക് ഒരു ഹാഫ് ചെറുനാരങ്ങ, അതായത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും, ഒരു ടേബിൾ സ്പൂണ് ചെറുനാരങ്ങയുടെ നീര് നമ്മൾ ഒഴിച്ചു കൊടുത്ത് പാല് തിളച്ച് വരുന്ന സമയത്ത് അപ്പോൾ അത് പിരിഞ്ഞ് കിട്ടും. പിന്നെ നമുക്ക് തെരപ്പിയിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പച്ചവെള്ളമൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്രീം ചീസ് റെഡി ആട്ടോ. പിന്നെ കുറച്ച് മിൽക്ക് മേഡ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ശരിക്കും പിസ്താഷ്യോയുടെ ആ സ്പ്രെഡ് കൂടെ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് തിരക്കിട്ട് ചെയ്തത് കാരണം ആ ഒരു സ്റ്റെപ്പ് നമ്മൾ മറന്നുപോയി കേട്ടോ. ശരിക്കും അതുകൂടെ ആഡ് ചെയ്യേണ്ടിയിരുന്നു. കാരണം എന്നാലും കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടായിരുന്നു. കാരണം നമ്മുടെ സംഭവം പിസ്താഷ്യോ കുനാഫ പുഡിംഗ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പിസ്തയുടെ ഫ്ലേവർ വേണമല്ലോ. പക്ഷേ നമ്മളോടത് മിസ്സായിപ്പോയി. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അത് ഓർമ്മയായത്. അപ്പോൾ നമ്മൾ വീണ്ടും അത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് നമ്മുടെ പിസ്തയുടെ സ്പ്രെഡ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ക്രീം ബീറ്റ് ചെയ്യുന്ന ടൈമിൽ പിസ്ത സ്പ്രെഡ് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവം താഴേക്കൊന്നും കിട്ടില്ല. പക്ഷേ എങ്കിലും ഇപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുന്നത് വേറെ വഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ 2 പാത്രത്തിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് മറ്റേ പാത്രത്തിലും ഇതുപോലെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ആ പാത്രം ഒന്ന് പുറത്തെടുത്ത് നമ്മൾ പിസ്തയുടെ സ്പ്രെഡൊക്കെ ഒന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് ലെയറായിട്ട് നമ്മുടെ ചോക്ലേറ്റാണ് വേണ്ടത്. അതിനായിട്ട് കുറച്ച് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഡാർക്ക് കോമ്പൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഡാർക്ക് കോമ്പൗണ്ട് എടുത്തത്. പക്ഷേ ഇതിലേക്ക് കറക്റ്റ് ശരിക്കും വേണ്ടത് മിൽക്ക് കോമ്പൗണ്ടാണ്. എന്നാലാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. കാരണം ഡാർക്ക് കോമ്പൗണ്ടിന് എന്തായാലും ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ തൽക്കാലം ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നല്ലേ, അതുപോലെ നമ്മൾ ഉള്ളത് വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ എടുക്കുമ്പോൾ മിൽക്ക് കോമ്പൗണ്ട് ആണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഡയറി മിൽക്കോ അങ്ങനത്തെ നല്ല ചോക്ലേറ്റ്സ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്ത് കഴിഞ്ഞ് കഴിച്ചിട്ട് പറയാം ഇതിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്ന്. ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് ടേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. എന്തായാലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു ഹാഫ് അവറൊക്കെ വെക്കുമ്പോഴേക്കും ഏകദേശം സെറ്റാവും. എന്തായാലും ഒരു 1 അവർ കഴിഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക്. സംഭവം ടേസ്റ്റി ആട്ടോ. ഡാർക്കാണെന്ന് വെച്ചാൽ ടേസ്റ്റിനൊരു കുറവ്